ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുകയാണ്. ഹോപ്പ്ഫുൾ മിനിസ്ട്രീസ് ഈ ഒരു മിനിസ്ട്രിയിൽ ആദ്യമായിട്ടാണ് കടന്നു വന്ന് തിരുവചനം ശുശ്രൂഷിക്കുന്നത്. പക്ഷേ ഈ ഒരുക്കപ്പെട്ട അവസരത്തെ വലിയ ഭാഗ്യ പദവിയായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും എന്നെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്ത കർത്താവിന്റെ അഭിഷിക്ത ദാസി സോഫി ആൻറ്റി, അതേപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസി, ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താദാസി, ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങളൊക്കെ ഉയർത്തി ശക്തിയോടെ കർത്താവിന് നന്ദി പറയാമോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഏതുള്ളങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മൾ സേവിക്കുന്ന സ്തോത്രം ജീവിക്കുന്ന ഈ ദൈവമായ യേശുക്രിസ്തു മാത്രമാണ്. ആ ഒരു ഉറപ്പോട് കൂടെ തന്നെ നമുക്ക് വേഗത്തിൽ ഒരു തിരുവചനത്തിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാ പേർക്കും സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. എഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. എഹെസ്കേൽ പ്രവാചന പുസ്തകം 37-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വേദഭാഗം. നിങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറന്നു ആ വാക്യം എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊന്ന് വായിക്കുകയാണ്. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. പ്രൈസ് ടു ജീസസ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, കാണാതറിയാവുന്ന വേദഭാഗമാണ്. ഇതിന്റെ തുടക്കം എന്താ, ഇതിന്റെ ഒടുക്കം എന്താ, ഇതിന്റെ മധ്യഭാഗം എന്താ, ഇതൊക്കെ നമുക്ക് ഭയങ്കര ബൈഹാർട്ടായിട്ട് അറിയാവുന്ന വേദഭാഗമാണ്. എങ്കിലും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ആത്മാവ് ഈ വേദഭാഗത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നു. സ്തോത്രം. ആ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്ന് രാത്രികാലവും നിങ്ങളോടുള്ള ബന്ധത്തിനകത്ത് ഈ ഒരു വേദഭാഗം പറയാൻ ഭയങ്കര നിയോഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്യം വായിച്ചത്. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അത് താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു. അധികമായിരുന്നു, ഉണങ്ങിയിരുന്നു, നിറഞ്ഞിരുന്നു, അധികമായിരുന്നു, ഉണങ്ങിയിരുന്നു. ഒരു നിറവിനെ പറ്റിയാ പറയുന്നത്. പക്ഷെ കേട്ടാൽ സുഖം തോന്നുന്ന ഒരു നിറവൊന്നുമല്ല, ഉണങ്ങിയ ഒരു നിറവാ. സ്തോത്രം. അധികമായിരുന്നു എന്നാ പറയുന്നത്, പക്ഷെ ഉണങ്ങിയ ഒരു സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു താഴ്വരയെ കുറിച്ച്, ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നിൽക്കട്ടെ. പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വേദഭാഗത്തിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇതിന്റെ അവസാനം നമുക്കറിയാം. ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ചില വാക്കുകൾ പറഞ്ഞിട്ടാ പരിശുദ്ധ ആത്മാവ് ഈ വേദഭാഗത്തെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്താ ഇതിന്റെ അവസാനം? ജീവനുള്ള സൈന്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ വേദഭാഗം അവസാനിക്കുന്നത്. റൈറ്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലോട്ട് ഇങ്ങോട്ടേക്ക് എഹെസ്കേൽ പ്രവാചകൻ ചെന്ന് നിൽക്കുന്നു, പ്രവചിക്കുന്നു, 4 ഭാഗത്തും കാറ്റിനോട് കൽപ്പിക്കുന്നു, കാറ്റ് വന്നൂതുന്നു, ജീവനുള്ള സൈന്യമായി മാറുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ, സ്തോത്രം. എല്ലാവർക്കും സന്തോഷം, കേൾക്കുന്നവർക്കും സന്തോഷം, പ്രസംഗിക്കുന്നവർക്കും സന്തോഷം. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പോരാ ഈ വേദഭാഗത്തെ. അതിന്റെ നടുവിൽ നിൽക്കുന്ന യെഹെസ്കേൽ പ്രവാചകനോട് ഒരൊറ്റ ചോദ്യം. സ്തോത്രം. താങ്കൾക്ക് ഒരു മടുപ്പും തോന്നുന്നില്ലേ? എന്തായാലും വന്നു നിൽക്കുന്നത് ദൂതനൊന്നുമല്ലല്ലോ. നമ്മളെ പോലെ മജ്ജയും മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാ, ഒരു സാധാരണ മനുഷ്യനാ. താങ്കൾക്ക് ഒരു മടുപ്പും തോന്നുന്നില്ലേ? താങ്കൾക്ക് ഒരു ചോദ്യവും ദൈവത്തോട് ചോദിക്കാനില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. താങ്കൾ ഒന്ന് പ്രവചിച്ചാൽ, താങ്കൾ ഒന്ന് പ്രസംഗിച്ചാൽ, താങ്കൾ യഹോവയെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു അരുളപ്പാട് പറഞ്ഞാൽ ഒരു ദേശം മുഴുവൻ ഒരു പക്ഷെ അത് കേട്ട് കൈയടിക്കും. ഒരു ദേശം മുഴുവൻ ഒരു പക്ഷെ ആ വചനത്തെ റിസീവ് ചെയ്യും. ആരെങ്കിലും ഒക്കെ ഓടിക്കൂടും. പക്ഷേ സ്തോത്രം, അങ്ങനെയൊരു പ്രവാചകനായ താങ്കൾ ഈ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിൽ വന്ന് നിൽക്കുമ്പോൾ എന്തിനാ ദൈവമേ, എന്തിനായിരുന്നു എന്നൊരു ചോദ്യം താങ്കൾക്ക് ചോദിക്കാനില്ലേ? എഹെസ്കേൽ പറയും ഇല്ല. എന്താ കാര്യം? എഹെസ്കേൽ പറയാ, ടൈം പാസിനല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്.
വെറുതെ അങ്ങോട്ട് പോയപ്പോൾ എന്നാ ഇവിടെ ഒന്ന് കയറിയേക്കാം എന്ന് പറഞ്ഞുമല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യമാണ് യെഹെസ്കേലിന് ഒരു ചോദ്യവും ചോദിക്കാനില്ല എന്നുള്ളതിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ യെഹെസ്കേൽ പറയും അതിന്റെ 1-ാമത്തെ വാക്യം. 37-ാമത്തെ വേദഭാഗം എങ്ങനെയാ തുടങ്ങുന്നതെന്ന് അറിയാമോ? യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. അപ്പൊ 2 കാര്യം യെഹെസ്കേലിന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിന്റെ നടുവിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയുടെ നടുവിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സ്വയം വന്ന് കയറിയതല്ല, എന്നെ പുറപ്പെടുവിച്ച ഒരുത്തനുണ്ട്. ഒരു മാനുഷിക കരത്താൽ അല്ല ഞാൻ നയിക്കപ്പെടുന്നത്. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, അവന്റെ ആത്മാവെന്നെ പുറപ്പെടുവിച്ചു. ഈ ബോധ്യമുള്ളവർ, ഞാൻ പറയുന്നു, അവർ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല. പറയാൻ എളുപ്പ, ചോദിക്കേണ്ട ഒരു ചോദ്യം വേണ്ട കേട്ടോ, ഒരു സംശയവും വേണ്ട സഹോദരി, ശക്തിയോടെ മുൻപോട്ട് പൊയ്ക്കോ എന്ന് പ്രസംഗിക്കാനും പറയാനൊക്കെ എളുപ്പം. പക്ഷേ അത് സ്വയം എപ്പോഴാ തോന്നുന്നത്? സ്തോത്രം, എന്നെ നയിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്റെ ശിരസിന്മേൽ വെച്ച ഒരു കരമുണ്ട്, ഒരാത്മാവുണ്ട്. അതേതെങ്കിലും മിഥ്യാമൂർത്തിയുടെ കരമല്ല, വിഗ്രഹത്തിന്റെ കരമല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. Praise to Jesus. Praise to Jesus. Praise to Jesus. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. എനിക്ക് വേദഭാഗം പറയുമ്പോൾ നല്ല പ്രാഗൽഭ്യമുണ്ട്. ജീവിതം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞപ്പോൾ ഒരു രാത്രി കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ സകല സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നവരാ ഞങ്ങള്. അപ്പൊ 2 വീടിന്റെ അപ്പുറം മാറിയുള്ള ഒരു ഇതേപോലത്തെ ഒരു കൊച്ചുകൂട്ടം, 10-100 പേരില്ല, തമ്പേറില്ല, മൈക്കില്ല, വലിയ വെളിച്ചങ്ങളില്ല, വെട്ടങ്ങളില്ല, ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു കൂട്ട പാവപ്പെട്ട ഗണം. പക്ഷേ ആർക്കുമില്ലാത്ത ഒന്ന് അവരുടെ മേലുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ്, അഭിഷേകം. അവര് ഉറക്കെ, ഉള്ള സൗണ്ടിൽ ഉറക്കെ അഭിഷേകത്തിൽ 2 വരി പാടി, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഈ പാട്ടിന്റെ 2 വരി ഇന്നേക്ക് 19 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട ഗണം ഒരു കൊച്ചു പാവപ്പെട്ട വീട്ടിന്റെ മുറ്റത്ത് കൂടി വന്നിരുന്ന് കൈയടിച്ച് അഭിഷേകത്തിൽ പാടിയപ്പോൾ ആ പാട്ട ഇപ്പുറത്തെ ഹൈന്ദവ വീട്ടിൽ മരിക്കാൻ പോകുന്ന ഞങ്ങളെ വലിച്ചു പുറത്തെടുത്തത്. ഒരു കാര്യം ഉറപ്പാ, എവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നോ, എവിടെ ദൈവത്തിന്റെ കരത്താൽ ജനം നയിക്കപ്പെടുന്നോ, അവിടെല്ലാം സംശയിക്കാതെ തന്റെ ജനം ഉറച്ചു നിൽക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെഹെസ്കേൽ പറയാ, ഈ കൈ ഞാൻ ആദ്യമായി അല്ല കാണുന്നത്. അവിടെയാ, ഈ കരം ഞാൻ ആദ്യമായി അല്ല കാണുന്നത്. 2 കാര്യങ്ങളാ യെഹെസ്കേലിന് സംശയം വരാതെയും ചോദ്യം ചോദിക്കാതെയും ഇരിക്കാനുള്ള പ്രേരണ കൊടുത്തത്. 1 ദൈവത്തിന്റെ കരം, 2 ദൈവത്തിന്റെ ആത്മാവ്. ഇത് 2 യെഹെസ്കേൽ ആദ്യമായിട്ടല്ല സഹോദരിമാരെ കാണുന്നത്. യെഹെസ്കേൽ പറയാ, ഇതിലും വലിയതിലൂടെ കടന്നു വന്നതാ ഞാൻ. ഒന്നുകൂടെ, ഇതിലും വലിയതിലൂടെ കടന്നു വന്നതാ ഞാൻ. ഇതൊന്നും കണ്ട, ഈ അസ്ഥികളോ ഈ താഴ്വരയൊന്നും കണ്ടാൽ എന്റെ മുട്ടു വിറയ്ക്കുകയല്ല. കാരണം ഇതിലും വലിയ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു വന്നത്. അതെന്താ ഇത്? നമുക്ക് നോക്കാം. യെഹെസ്കേൽ എഴുതിയ പുസ്തകം തന്നെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ തന്നെ ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യെഹെസ്കേൽ എഴുതിയ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുക. യെഹെസ്കേൽ പറയും, ഇതിലും വലിയ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു വന്ന. അതെന്താ ഇത്? നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ഖൽദയ ദേശത്ത് കേബാർ നദീതീരത്തു വച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവിടെ യഹോവയുടെ കയ്യും അവന്റെ മേൽ വന്നു. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? യഹോവയുടെ കൈ എന്നുള്ള പദം ശ്രദ്ധിച്ചോ? ഇതേ കൈയാണ് 37-ാം അധ്യായത്തിലും യെഹെസ്കേൽ കണ്ടത്. അപ്പൊ യെഹെസ്കേൽ ആദ്യമായിട്ടല്ല ഈ കരം കാണുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ യെഹെസ്കേൽ ഈ കരം കണ്ടു. തന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തകർത്ത് തന്നെ യെഹെസ്കേൽ ഈ കരം കണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്താ തന്റെ വ്യക്തിപരമായ ജീവിതം എന്ന് ഞാൻ പറയുന്നത്? അവിടെ ഒരു പദമുണ്ട്, കേബാർ
നദീതീരത്ത് യെഹെസ്കേൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായി യഹോവയുടെ കരം യെഹെസ്കേലിന്റെ നേരെ വെളിപ്പെട്ടു വരുന്നത്. എന്താ കേബാർ നദീതീരത്തിന്റെ പ്രത്യേകത? എന്താ കേബാർ നദീതീരത്തിന്റെ പ്രത്യേകത? നോക്ക്, ഞാനൊരു കാര്യം പറയാം, ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് നോട്ട് ചെയ്തു എഴുതിയ ഭാഗം വായിച്ചെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കാം. കേബാർ നദീതീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും കേബാർ നദീതീരത്ത് ഓടിപ്പോകാൻ പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും അത് നദീതീരത്ത് ചെന്നിരിക്കാൻ പ്രശ്നമില്ല. എല്ലാവർക്കും വേണമേ സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ മടങ്ങാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ യെഹെസ്കേലിന് അങ്ങനെ പറ്റത്തില്ല. കാരണം യെഹെസ്കേലിന്റെ ജീവന്റെ ജീവനായ തന്റെ ഭാര്യ മരിച്ചപ്പോൾ അടക്കിയ സ്ഥലമാണ് കേബാർ നദീതീരം. Praise to Jesus. Hallelujah. Hallelujah. തന്റെ ജീവന്റെ പാതിയായിരുന്നവളെ ദൈവം എടുത്തപ്പോൾ അവളുടെ നിശ്ചലമായ ശരീരത്തെ അടക്കിയ സ്ഥലമാണ് കേബാർ നദി തീരം. ഇനി നിങ്ങൾ പറ, എല്ലാരും ഓടിച്ചാടി പോയി വരുന്നത് പോലെ യെഹെസ്കേലിന് ആ സ്ഥലത്ത് ചെന്നിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോ സ്വാഭാവികമായും തന്നെ എന്തൊക്കെ ഓർമ്മകൾ പിടിക്കും? താൻ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകും? താൻ തന്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും. അവർ ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളെ കുറിച്ച് ചിന്തിക്കും. വേണമെങ്കിൽ അവിടെ ഇരുന്ന് തനിക്ക് കരയാം, ഡിപ്രഷനിലേക്ക് പോകാം. എന്തിനാ ദൈവമേ ഇതേ സ്ഥലത്ത് തന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ, ഇതൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അവിടെ ഇരുന്ന് താൻ കുറെ വിഷമിച്ച് കാണും, കുറെ കരഞ്ഞു കാണും, കുറെ ഓർമ്മകളിലേക്ക് പോയി കാണും. ദൈവം അതിനെല്ലാം തനിക്ക് സ്പേസ് കൊടുത്തു. ഓക്കെ, നീ പറ, നിന്റെ മനസ്സിന്റെ വിഷമം മൊത്തം നീ പറ, ഞാൻ കേൾക്കാം. നീ ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എന്തായാലും നിനക്ക് ചിരിക്കാൻ പറ്റില്ല. സ്തോത്രം. നീ എന്തൊക്കെ വിങ്ങലുകൾ നിന്റെ ഹൃദയത്തിനകത്തുണ്ട് അത് മൊത്തം നീ പറ, ഞാൻ കേൾക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതും കൂടെ നീ കേൾക്കണം. നീ പറ, ഞാൻ മുഴുവൻ കേൾക്കാം. പക്ഷേ ഞാൻ എന്തിനാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതെന്നുള്ള എന്റെ പദ്ധതിയെ, എന്റെ ഉദ്ദേശത്തെ നിന്റെ തലമേൽ ഞാൻ ഇടുമ്പോൾ അതുകൂടെ നീ റിസീവ് ചെയ്യണം. യെഹെസ്കേൽ എല്ലാം പറഞ്ഞു കാണും. സങ്കടങ്ങളും വിഷമങ്ങളും പരാതികളും ഒറ്റപ്പെടലുകളും ഒക്കെ പറഞ്ഞു കാണും. ഇത് കഴിഞ്ഞപ്പോ ദൈവം പറയാ, ഇനി ഞാൻ പറയാനുള്ളത് നീ കേൾക്ക. അത് ദൈവം കാണിച്ചത് ഒരു ദർശനത്തിലൂടെയാണ്. എന്താ ദർശനം? ആ ദർശനത്തിന്റെ മുന്നോടിയായി ആദ്യം ദൈവത്തിന്റെ കരം കേബാർ നദീ തീരത്ത് വെച്ച് യെഹെസ്കേലിന്റെ തലമേൽ വീണു. അത് കഴിഞ്ഞ് തന്നെ ഒരു ദർശനം കാണിക്കുകയാണ്. ഞാൻ ആ ദർശനത്തെ ഒന്ന് ഇത്തിരി വിശദീകരിക്കുകയാണ്. അവിടെ നിങ്ങളോടൊരു ദൂത് പരിശുദ്ധാത്മാവിന് ഇന്ന് പകല് പറയാനുണ്ട്. പ്രൈസ് ടു ജീസസ്. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. പ്രൈസ് ടു ജീസസ്. എന്താ ദർശനം? ഞാൻ ആ ദർശനം മുഴുവൻ വിശദീകരിക്കുന്നില്ല. 1-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾക്ക് ആ ദർശനം കാണാൻ പറ്റും. അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ആ ദർശനത്തിൽ കണ്ടത് ഒരു ഏഞ്ചലിക് ക്രീച്ചറിനെയാണ്, ഒരു ദൂതന്റെ രൂപത്തെയാണ്. ഏതാണ് ദൂതൻ എന്നൊക്കെ ഉള്ളത് ഞാൻ അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ആ ദൂതന്റെ രൂപം ചക്രത്തിന്മേൽ ചക്രം, വീൽ വിത്തിൻ വീൽ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഒരു ചക്രം, അതിനകത്ത് വേറൊരു ചക്രം, ഇതേപോലത്തെ ഒരു രൂപം. നടുക്ക് 2 കണ്ണുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ബാക്കി ദൂതന്റെ രൂപത്തെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു രൂപത്തെയാണ് താൻ കേബാർ നദീ തീരത്ത് വെച്ച് ഒരു വിഷനിലൂടെ ദൈവം കാണിക്കുന്ന ആ ഒരു രൂപത്തെ, ആ ഒരു ക്രീച്ചറിന്റെ രൂപത്തെ യെഹെസ്കേൽ കാണുന്നത്. ഇതെന്തിന് യെഹെസ്കേലിനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ എടുത്തു പറയുന്നുണ്ട്, ഈ ചക്രമുണ്ടല്ലോ, ഈ ദൂതന്റെ സ്തോത്രം, ഈ ചക്രം പോലുള്ള രൂപം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേണമെങ്കിൽ ആ റെഫറൻസ് മാത്രം നിങ്ങളോടൊന്ന് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. 20 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, 21-ാമത്തെ വാക്യമൊക്കെയാണ് ഞാൻ പറയുന്ന റെഫറൻസ്. 21-ാമത്തെ വാക്യമൊക്കെയാണ്. അതായത് ഈ ചക്രം ആത്മാവുമായി കണക്റ്റഡ് ആണ്. ഈ ചക്രം ദൈവത്തിന്റെ ആത്മാവുമായി കണക്റ്റഡ് ആണ്. അർത്ഥം, ഈ രൂപം സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഇടത്തോട്ട് പോകുമ്പോൾ ഈ രൂപം ഇടത്തോട്ട് പോകും. ദൈവത്തിന്റെ ആത്മാവ് വലത്തോട്ട് പോകുമ്പോൾ ദർശനത്തിൽ കണ്ട ഈ ചക്രമുള്ള ഈ രൂപവും വലത്തോട്ട് പോകും. ദൈവത്തിന്റെ ആത്മാവ് പൊങ്ങുമ്പോൾ ഈ ചക്രവും പൊങ്ങും. ജീസസ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് മുൻപോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് ഈ ജീവിയുടെ രൂപവും മുൻപോട്ട് പോകുകയാണ്. ഇതാണ് എഹെസ്കേലിൽ കാണുന്നത്. എഹെസ്കേലിന് ഒന്നും മനസ്സിലായില്ല. ഇതെന്നതാ കർത്താവേ? അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ എന്താ ആത്മാവിൽ ഒരു ദൂത് പറയാം, മോനെ, ഈ കേബാർ നദി തീരത്ത് വലിയ മാനസിക സംഘർഷത്തിലൂടെ നീ കടന്നു പോകുകയല്ലേ, പക്ഷെ ഞാൻ നിന്നെ കാണിക്കുന്ന ദർശനമാണ് തുറന്നുള്ള ആമെ 10-37 ചാപ്റ്ററുകൾ നിന്നെ ഓടിപ്പിക്കുന്നത്. എന്താ ദർശനം? എന്താ നീ എന്ന് പറയുന്ന വ്യക്തി ആത്മാവുമായി കണക്റ്റഡ് ആണ്. ഒന്നുകൂടെ, നീ എന്ന് പറയുന്ന വ്യക്തി ആത്മാവുമായി കണക്റ്റഡ് ആണ്. ആത്മാവ് ലെഫ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ നീയും ലെഫ്റ്റിലോട്ട് തിരിയണം. ആത്മാവ് റൈറ്റിലോട്ട് തിരികെയാണെങ്കിൽ നീയും റൈറ്റിലോട്ട് തിരിയണം. ആത്മാവ് മുൻപോട്ട് ഓടുകയാണെന്ന് നിനക്ക് തോന്നിയാൽ നീയും അതിവേഗത്തിൽ മുൻപോട്ട് ഓടണം. ആത്മാവ് പറഞ്ഞല്ലാതെ നിനക്ക് എവിടെയും സ്റ്റക്കായിരിക്കാനുള്ള പ്രമാണമില്ല. അതെന്തിന്റെ പേരിലാണെങ്കിലും ഇല്ല. ഇമോഷൻസ്, ഫീലിങ്സ്, വിഷമം, മാനസിക തലങ്ങൾ, കർത്താവ് പറയാ ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ ഓർത്തോ, അതിനെല്ലാറ്റിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗം. അതിനെല്ലാറ്റിനേക്കാൾ വലുതാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. എന്റെ ആത്മാവുമായി ഞാൻ ഇങ്ങനെ ഒരു ചങ്ങല പോലെ കോർത്തിണക്കിയേക്കുകയാണ്. ആത്മാവ് നടക്കുന്നതായി, ആത്മാവ് ഓടുന്നതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ചലിച്ചേ പറ്റത്തുള്ളൂ. Praise to Jesus. Hallelujah. Hallelujah. ഹല്ലേലൂയ. വലിയ ദൈവമേ, ഞാൻ ഈ നദീതീരത്ത് ഇങ്ങനെ തന്നെ ഇരുന്ന് അങ്ങ് ഒടുങ്ങിക്കോളാം, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളാം. കർത്താവ് പറയാം, നോ 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 നോ. അതാണ് ഈ കാണിച്ച ദർശനത്തിന്റെ അർത്ഥം. നിനക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നീ എഴുന്നേക്കണം, നീ എഴുന്നേക്കണം. കാരണം നീയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആത്മാവ് അത് മൂവ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ എവിടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കാണാൻ പറ്റുമോ? നെവർ. ഉൽപ്പത്തി പുസ്തകം പോലും 1-ാം അധ്യായത്തിനകത്ത് ആദ്യമായി ആത്മാവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? മൂവിങ് സ്പിരിറ്റ് ആയിട്ടാണ്. റൈറ്റ്, മൂവിങ് സ്പിരിറ്റ് ആയിട്ടാണ്. വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു, മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഈ വേദപുസ്തകത്തിനകത്ത് ഉടനീളം ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്ന ആത്മാവായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ആ ആത്മാവുമായിട്ടാണ് എന്നെയും നിങ്ങളെയും ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും മുറിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഓർമ്മകൾക്കകത്ത് പിടിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ദൂത് പറയാ, നിങ്ങൾ ഓർക്കരുതെന്നോ, നിങ്ങൾ ചില ഇമോഷനുകൾക്കകത്ത് ഇരിക്കരുതെന്നോ അതൊന്നും പറയാൻ എനിക്ക് അവകാശമില്ല. നിശ്ചയം, മനുഷ്യരാണെങ്കിൽ നിശ്ചയം. പക്ഷെ ആത്മാവ് പറയാ, എല്ലാ കാലത്തുന്നോ നിങ്ങളുടെ ശിരസിന്മേൽ വീണ നിയോഗത്തിനത്രേ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാധാന്യം. യേശുവിന്റെ നാമത്തില് ഇത്രയും വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു ദുഃഖത്തിലൂടെ കടന്നുപോയ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആത്മാവ് പോകുന്നിടത്തെല്ലാം പോയി, ആത്മാവ് പറയുന്നതെല്ലാം ചെയ്ത്, ആത്മാവ് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ആ ഒരു ബോധത്തോടു കൂടെ, ഗൗരവത്തോടു കൂടെ ചെയ്ത് ഇങ്ങ് 37-ാം അധ്യായത്തിൽ വന്ന് എത്തി നിൽക്കുമ്പോഴും, ഉണങ്ങി അസ്ഥിക്കകത്ത് നിൽക്കുമ്പോഴും എഹെസ്കേലിന് ഇതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. എഹെസ്കേൽ പറയാം, ഇതിലും വലുത് കണ്ടു, ഇതിലും വലിയ ട്രെയിനിങ് പീരീഡിലൂടെ കർത്താവ് കടത്തിവിട്ടി. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, അതേ ദൈവത്തിന്റെ കരം, അതേ ആത്മാവാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ വെറുതെ മുടങ്ങത്തില്ല, ഞാൻ ചിലത് കണ്ടിരിക്കും. സോഫിയന്റെ ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ, ഞാനൊന്നും ശുശ്രൂഷ സമയത്ത് വെറുതെ പറയാറില്ല. ഹല്ലേലൂയ. ഭയങ്കരമായ ഒരു സാന്നിധ്യത്തെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചു പേരേ ഉള്ളൂ, അതിനകത്തും വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ അങ്ങ് തുറന്നു പറയാ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് സ്തോത്രം, കുറച്ചു പേരോ ഒത്തിരി പേരോ അതൊന്നും എന്റെ ഒരു വിഷയമല്ല. സ്തോത്രം. പക്ഷെ ഇങ്ങനെ കുറച്ചു പേരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ മാനുഷികമായിട്ട് ഷോ എല്ലാവരും ഒക്കെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഈ മീറ്റിങ്ങിനകത്ത് സ്തോത്രം, എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്.
ശക്തമായ നിലവാരത്തിനകത്ത്, ഞാനൊരു ഇൻ പേഴ്സൺ മീറ്റിങ്ങിനകത്ത് പ്രസംഗിക്കുന്ന അതേ നിലവാരത്തിനകത്ത് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ നയിക്കുന്നുണ്ട്. ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയാ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വിചാരങ്ങളും നിങ്ങളുടെ മേൽ ഞാനിട്ട നിരൂപണങ്ങളും ഒരു മാനുഷിക കണ്ണിന് പിടിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ വലുതാണ്. ഇന്നും ഭൂതലത്തിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിർത്തിയിരിക്കുന്നതിന്റെ പിൻപിൽ ഉദ്ദേശങ്ങൾ ചെറുതല്ല. ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ കണ്ണിൽ വ്യക്തികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ഓരോ വ്യക്തിക്കുമാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവനവന് ലഭിച്ച കൃപ, അവനവൻ ചെയ്ത പ്രവൃത്തി. ഇവിടെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അല്ലാതെ ഈ കുടുംബം ചെയ്ത പ്രവൃത്തി, ഈ കുടുംബത്തിന് ലഭിച്ച കൃപ എന്നല്ല. ദൈവത്തിന്റെ കണ്ണിൽ ഓരോരുത്തരും അതായത് ദൈവത്തിന്റെ കണ്ണിൽ ഓരോരുത്തരുടെ മേലും ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടാണ് ഇന്ന് ആത്മാവ് പറയുന്നത്, നിങ്ങളുമായി ദൈവം ആരെയാണോ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, ആ ആത്മാവ് മൂവ് ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ആത്മാവ് നിങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ, ഞാൻ വരുന്നില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പ്രമാണമില്ല. നിങ്ങൾ കൂടെ പോയേ പറ്റത്തുള്ളൂ. ഏത് വീട്ടിന്റെ അകത്ത് പോയി പ്രാർത്ഥിക്കാനാ നിങ്ങള് അവരെന്തു പറയും, ഇവരെന്തു പറയും, അതൊന്നും നമ്മുടെ വിഷയമല്ല ദൈവമക്കളെ. ആൾക്കാരെന്ത് പറയുന്നെന്ന് നോക്കിക്കൊണ്ടിരുന്ന ജീവിതകാലം മൊത്തം വീട്ടിനകത്ത് കഥകടച്ചിട്ടിരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. സമൂഹം എന്ത് പറയുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല. ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോട് കൂടെ ഹൈഡ് ചെയ്തു വെക്കാതെ, എനിക്കറിയത്തില്ല നിങ്ങൾ ചിലർ ഇറങ്ങാൻ പറയുന്നു വീടുകൾക്കകത്തുനിന്ന്, എന്നിട്ട് ചില ഭവനങ്ങൾക്കകത്തേക്കുള്ള ആക്സസുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരിക. ചില വീടിന്റെ ഉള്ളറകളിൽ പോയി പ്രാർത്ഥിപ്പാൻ ഒരു നിയോഗം നിങ്ങൾ ചിലരുടെ മേൽ കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾ അതും ഇതും പറഞ്ഞ് അകത്ത് മൂടി കിടക്കുന്നു. ആത്മാവ് പറയുന്നു, ഞാൻ ചലിച്ചു തുടങ്ങി, ഞാൻ മൂവ് ചെയ്തു തുടങ്ങി. എന്റെ കരത്തിലാണ് നീ പിടിച്ചിരിക്കുന്നതെങ്കിൽ നീ മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് അനീസ് സജു ഇന്നത്തെ മീറ്റിംഗ് പ്രസന്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയല്ലേ, സിസ്റ്റർ അല്ലേ? ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, അടരഗതിയ നികൾക്കര ചില സ്മോൾ ലൊക്കേഷനുകൾ, ചെറിയ ലൊക്കേഷനുകൾ, ചില ചെറിയ സ്ഥലങ്ങൾ, കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ ഉള്ള ചില ചെറിയ സ്ഥലങ്ങൾ, അതിന്റെ മൊത്തം നടുവിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് നിർത്തി ചില വ്യക്തികളോട് വാ തുറന്ന് ചില അനുഭവങ്ങൾ സുവിശേഷം വിളിച്ചു പറയാൻ ഒരു നിയോഗം. ഒരിക്കൽ പൗലോസ് പറയാൻ, ഞാൻ വാക്ചാതുര്യത്തോടോ വശീകരണ വാക്കുകളോടോ അല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്, സാക്ഷാൽ വചനമായിട്ടാണ്. പരിശുദ്ധാത്മാവ് പറയാ, ആ വചനത്തെ നീ അങ്ങനെ തന്നെ വിളിച്ചു പറയണം. കെട്ടപ്പെട്ട് പ്രത്യേകിച്ച് ആത്മഹത്യയുടെ കെട്ടുകൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ വിടിവിച്ച് പുറത്തെടുക്കാൻ നിന്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് തണുപ്പേകും, ആശ്വാസമേകും. അങ്ങനെ ഒരു അനോയിന്റിങ് നിങ്ങളുടെ വേർഡ്സിനകത്ത് കിടപ്പുണ്ട്. അത് അങ്ങനെ തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുക. ദേശങ്ങൾക്കകത്ത് പോയേ കാണുന്നവർ കാണുന്നത്, ഇവനോ ആ കേബാർ നദീ തീരത്ത് കിടന്നവനോ, കൊള്ളാം, ഇവനാണോ ആൾക്കാർ പലതും പറഞ്ഞു കാണും. പക്ഷേ എഗസ്കേലിന് ഉറപ്പുണ്ടായിരുന്നു തന്നെ ആരാ അയച്ചത്. തന്റെ മേൽ കിടക്കുന്ന നിയോഗത്തിന്റെ ആഴം എന്തോരം വലുതാണ്. ആഹാ ശകല കരങ്ങളെ ഭയങ്കരമായി ദൈവം ശക്തീകരിക്കുന്നു, കാലുകളെ ഭയങ്കരമായി ദൈവം ശക്തീകരിക്കുന്നു എന്ന് ആത്മാവ് ദൂത് പറയാ. അസ്ഥികൾക്കകത്തു ദൈവത്തിന്റെ ഭയങ്കര ബലം ദൈവം പകരുകയാ. രണ്ട് കരവും ഉയർത്തി സ്വത്രം മുട്ടിന്മേൽ നിൽക്കാൻ ഒരു അഭിഷേകം. അങ്ങനെ നിൽക്കാൻ
പറ്റാത്ത സാഹചര്യമായിരുന്ന പോലും ആത്മാവ് പറയുന്നു ആ മുട്ടുകളിന്മേൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ബലം വ്യാപരിക്കുകയാണ്. ശരീരത്തിന്റെ അകത്ത് ആരോഗ്യത്തെ, സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയോ. ഓടാൻ നിനക്ക് അതിദൂരമുണ്ട്. ഹസ്തപ്രൗഢം തൂരികൾ കതിയ റഹം തുര ചകര കടരകം തുര. 2 ദിവസം ശക്തമായി പ്രാർത്ഥിച്ച പിന്നെ അതിന് കഴിയാൻ പറ്റാത്തതുപോലത്തെ അവസ്ഥയെ ക്യാൻസൽ ചെയ്തിട്ട് പറ, ശരീരം സ്വത്രം ബലപ്പെടുത്തുന്നത് ദൈവമാണ്. അസ്ഥികൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. ഓടട്ടെ, മാൻപേടയ്ക്ക് തുല്യമാക്കി ദൈവം തന്റെ കാലുകളെ ഓടിപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവപ്രവർത്തിയുടെ ഫലം അങ്ങനെ തന്നെ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം കർത്താവേ. ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ ലൈഫിനകത്ത് ഒരു പരാജയങ്ങൾ വരുമ്പോൾ ആൾക്കാർ അതിങ്ങനെ നോക്കി നോക്കി കുത്താനും തോണ്ടാനും ഒക്കെ ഇരിക്കും. അത് നമ്മുടെ ആൾക്കാരുടെ, പ്രത്യേകിച്ച് പറയുന്നോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, മലയാളികളുടെ ഒരു പ്രത്യേകതയാണത്. ഹല്ലേലൂയ, സ്തോത്രം. അവരിങ്ങനെ സ്തോത്രം പരാജയങ്ങൾ മാത്രം എടുത്തു കാട്ടാനിരിക്കുന്നവരാ. പക്ഷേ ഒരു പ്രാവശ്യം പരാജയം വന്ന് അവിടെ നിന്ന് ശക്തിയോടെ എഴുന്നേറ്റ് സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി നിൽക്കണമെന്നൊരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി ആഗ്രഹത്തെ മാനിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്റിലെ പരാജയങ്ങളെ കുത്തി നോവിപ്പിക്കുന്നവനല്ല എൻ്റെ ദൈവം. എനിക്കറിയത്തില്ല ഇത് ഞാൻ ആരോടാ പറയുന്നത്, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതല്ല, ഇടയ്ക്ക് കയറി വരുന്നതാണ്. അതുകൊണ്ട് ഞാനിത് ആരോടോ പറയുകയാണ്. സ്തോത്ര ഹല്ലേലൂയ, സ്തോത്ര. ഇന്നലകളിൽ പറ്റിയില്ല, നടന്നില്ല, സ്തോത്രം. അവിടെ ഒരു തോൽവി വന്നു പോയി. പക്ഷെ ആ തോൽവിയുടെ പേരിൽ തള്ളിക്കളയുന്ന ദൈവമല്ല ഈ ദൈവം, കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പത്രോസ് മാളിക മുറിക്കകത്ത് കയറുകയല്ല അല്ലെ? ഹല്ലേലൂയ, സ്തോത്ര. പടകിൽ വെച്ച് മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്നുള്ള ദൂത് തലമേൽ കിടക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ തള്ളിപ്പറഞ്ഞിട്ടും വീണ്ടും വരിക. എടാ മോനെ, നീ സ്നേഹിക്കുന്നു, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, അത് മതി എനിക്ക് ആ ദൂതിന്റെ നിവർത്തീകരണം കാണിപ്പാൻ. ഞാനൊരു കാര്യം പറയാം. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നവരോടൊക്കെ പ്രവചിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഒത്തിരി പേരോട് പ്രവചിക്കുമ്പോൾ നമ്മൾക്ക് ഈ ദൈവത്തിന്റെ ചില ഭാഷകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാതറിയാം. ചിലരോട് പ്രവചിക്കുമ്പോൾ ആ ദൈവത്തിന്റെ രീതി, ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ കാണാതറിയാം. അപ്പൊ കർത്താവ് ഒത്തിരി പേരോട് പറയുന്നതാണ്, ഇന്നലകളിൽ കഴിഞ്ഞത് കഴിഞ്ഞു. ഈ ഒത്തിരി പേരോട് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണത്, ഇന്നലകളിൽ കഴിഞ്ഞത് കഴിഞ്ഞു. സ്തോത്രം. ഇപ്പോ നിന്റെ ഹൃദയം എന്താ? അതാ ഞാൻ നോക്കുന്നത്. മുൻപുള്ളവയെ നീ ഓർക്കരുത്, പണ്ടുള്ളവയെ നീ നിരൂപിക്കരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് പിടിക്കാൻ സ്തോത്രം ഇന്ന് നിന്റെ മനസ്സിനെ പാകപ്പെടുത്തുകയാണെങ്കിൽ ആത്മാവ് പറയാ സ്തോത്രം, ഒരാളായിട്ടല്ല ഒരു കൂട്ടമായിട്ട് ചില മാളിക മുറികൾ ഒരുക്കി അതിനകത്ത് കയറ്റി. എനിക്കറിയത്തില്ല സോഫിയ, നിങ്ങൾ കാര്യങ്ങൾ തമ്മി അറിയൂന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കൂട്ടമായി മാളിക മുറി പോലത്തെ സ്തോത്രം ചില മുറികൾക്കകത്ത് നിങ്ങൾ ഒരു കൂട്ടമായി കയറുന്നു. ഇത് സൂം കൊണ്ട് നിൽക്കത്തില്ല. നമ്മളെല്ലാം സൂം മീറ്റിലൊന്നും കയറി ഇങ്ങനെ പറയാറില്ല, കേട്ടോ. ഇത് സൂം കൊണ്ട് നിൽക്കത്തില്ല. കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കൂട്ടം കയറി കാത്തിരുന്ന് പ്രാപിച്ച് പുറത്തിറങ്ങിയത് വരെ പോലെ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഒരു കൂട്ടമായി ഞാൻ പിടിച്ച് കയറ്റുന്ന ഒരു സമയമുണ്ട്. ആഹാരം വെടിഞ്ഞ് മറ്റിതര റിലേഷനുകൾ, കണക്ഷനുകൾ, ഫോൺ കോളുകൾ ഒക്കെ വെടിഞ്ഞ് വ്യക്തമായ ആത്മശക്തിക്ക് വേണ്ടി ഒരു മുറിക്കകത്ത് ഒരു കൂട്ടത്തെ ഈ വർഷം നിങ്ങളുടെ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ദൈവം അതിന്റെ സ്ഥലമൊരുക്കും.
ദൈവം അതിന്റെ സാഹചര്യം ഒരുക്കും, ദൈവം അതിന്റെ സോഴ്സുകൾ ഒരുക്കും. എവിടെ നിന്നൊക്കെയോ ജനം അതിനു വേണ്ടി കടന്നു വരുന്നു. അവിടെ പ്രത്യേകിച്ച് പ്രസംഗങ്ങളില്ല, ലീഡ് ചെയ്യാൻ ആൾക്കാരില്ല, ഒരുപോലെ ഇരിക്കുകയാണ്. ഒരാത്മശക്തിക്ക് വേണ്ടി ഇരിക്കുന്നു, പുറത്തിറങ്ങുന്നു. ഇതുവരെ ചെയ്യാത്തത് ദേശങ്ങളുടെ നടുവിൽ ശക്തിയോടെ നിൽക്കുന്ന ഒരു സ്ത്രീ സമൂഹം ചെയ്തെടുക്കുന്ന കാഴ്ച ഈ അന്ത്യകാലത്ത് ജനം കാണും. അങ്ങനെ പറഞ്ഞ സംഭവിക്കട്ടെ. ഈ ദൂത് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ അതിനകത്ത് അഭിമാനിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാഴത്തില്ലെന്ന്. തൂരികൾ കതിയാന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന് അങ്ങനത്തെ ഭയങ്കര ഒരു അഭിഷേകവും നിയോഗമൊക്കെ ഇതിനകത്ത് കിടക്കുന്ന ചിലതിന്റെ മേൽ കർത്താവ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ഡിസ്കഷനുകൾ ഈ വർഷക്കാലം നിങ്ങൾ ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കോ. അതിന്റെ സ്ഥലങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കർത്താവ് പിടിച്ചു കയറ്റുമെന്ന് പരിശുദ്ധാത്മാവ് തൂത് വിളിച്ചു പറയുകയോ. ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിറങ്ങുകയാണ്. മാളിക മുറിക്കകത്തുനിന്ന് ഇറങ്ങി രണ്ടായിട്ട് മൂന്നാട്ടൊക്കെ തിരിഞ്ഞ് ദൈവം ചെയ്ത ശുശ്രൂഷകൾ ചെയ്തെടുക്കുക. അങ്ങനെ പത്രോസും യോഹന്നാനും കൂടെ ഒരുമിച്ച് ആലയത്തിലേക്ക് പോകുമ്പോൾ ആലയത്തിന്റെ മുറ്റത്ത് ഒരു മുടന്തൻ ഇരിക്കുകയോ. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. മുടന്തനിരിക്കുകയാ. മുടന്തനെ കാണുമ്പോൾ പത്രോസ് 2.5 മണിക്കൂറത്തെ നീട്ടി ഉള്ള പ്രാർത്ഥന അവിടെ ഇല്ല. ഇവന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ ആത്മാവിനെ ഞാൻ അതൊന്നുമില്ല. ഒറ്റ നോട്ടം, ഒരു കരം കൊടുപ്പ്, സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ നോട്ടം, ഒരു കരം വെക്ക്, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക്, അവിടെ സൗഖ്യമാകുക. എന്താ സംഭവിച്ചേ? പത്രോസ് പറയാ, ഒത്തിരി മേഖലകൾക്കകത്തൂടെ കയറി ഇറങ്ങി വന്നതാ. കാത്തിരിപ്പിന്റെ പിരീഡ് കഴിഞ്ഞിറങ്ങിയതാ. ഇനി ഒന്ന് നോക്കിയാലും ജനം വിടുവിക്കപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിനെയാണ്? ഒന്ന് നോക്കിയാലും ജനം വിടുവിക്കപ്പെടും. അത് ഇൻസ്റ്റന്റ് ആയി നടക്കുന്നതല്ല. ഇപ്പോഴത്തെ പോലെ ഇങ്ങോട്ട് പോയോ വന്നോ പ്രാപിച്ചോ പിടിച്ചോ പൊയ്ക്കോ. നോ. വില കൊടുത്ത് ഇറങ്ങിയവൻ ഒന്ന് നോക്കിയാലും ജനം വിടുവിക്കപ്പെടും. നിങ്ങൾ ആ വാക്ക് കേട്ടോ? വില കൊടുത്തവനാണോ ഒന്ന് നോക്കിയാലും ജനം വിടുവിക്കപ്പെടും. ഇതിനു വേണ്ടി ഏത് സഹോദരിമാരെ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുന്നത്? ദൈവമക്കളെ, നമുക്കിനി മുൻപും പിൻപും നോക്കാനില്ല. നമുക്കിനി മുൻപും പിൻപും നോക്കാനൊന്നുമില്ല. സ്തോത്രം. കാത്തിരുന്ന അരുമനാഥന്റെ വരവ് സമീപത്തെത്തി നിൽക്കുക. ഇനി നിങ്ങൾ വിശ്വസിച്ചോ? ദൈവപ്രവർത്തികളുടെ സ്പീഡുകൾ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? ഭവനത്തിനകത്തെ അന്തരീക്ഷങ്ങൾ വേഗത്തിൽ ചേഞ്ച് ആക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, നിയോഗങ്ങൾ പകരുക. ഈസിയാണോ? അല്ല. പക്ഷെ ആത്മാവ് പറയാ, അതിന് നീയല്ലോ പോയി നിൽക്കുന്നത്, ഞാൻ നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ട് നിർത്തുകയല്ലേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കറിയാമോ, വിശ്വാസത്തിൽ വന്ന് വെറും 2.5 മാസം മാത്രം, എന്റെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും പല മീഡിയാസിൽ കൂടെ. എങ്കിലും ഞാൻ ഒരു വാക്ക് ഇവിടെ ഒന്ന് പറയാൻ ഒരു നിയോഗമുണ്ട്. വിശ്വാസത്തിൽ വന്ന് വെറും 2.5 മാസം മാത്രം, വിശ്വാസത്തിൽ 2.5 മാസത്തെ പ്രായം, അങ്ങനെ വേണം പറയാൻ. വിശ്വാസ ജീവിതത്തിനകത്ത് 2.5 മാസത്തെ പ്രായം. പെട്ടെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, എനിക്കൊരു രോഗം കയറി പിടിച്ചു. ഇട്ടിരിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ, ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ 2019 റിസൈൻ ചെയ്ത് ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ മൊത്തം ബ്ലഡ് കൊണ്ട് നിറയുന്ന ഒരു അപൂർവ അവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം. ആ ബ്ലഡ് എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഡോക്ടറിനും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് ബ്ലഡ് വരണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കയ്യിനകത്ത് എവിടെങ്കിലും ഒരു മുറിവോ, കാലിനകത്ത് എവിടെങ്കിലും ഒരു മുറിവോ, ശരീരഭാഗത്ത് എവിടെങ്കിലും ഒരു മുറിവോ വരണം. റൈറ്റ്? ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ബ്ലീഡിങ്, അല്ലാത്ത പക്ഷം ബ്ലീഡിങ് പോലെ ഉണ്ടാകണം. ഇതൊന്നുമില്ല. ഹല്ലേലൂയ. വെറും 14 വയസ്സ് പ്രായം മാത്രമുള്ളപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ ഒരു സോഴ്സോ ഒരു വൂണ്ടോ ഇല്ലാതെ മൊത്തം ബ്ലഡ് കൊണ്ട് നിറങ്ങിയ.
ഹല്ലേലൂയ, സ്തോത്രം. സ്കൂളിൽ പോകാൻ പറ്റില്ല, കുഞ്ഞുങ്ങളോടൊന്നും കളിക്കാൻ പറ്റില്ല. അവസാനം എല്ലാവരും വിധി എഴുതി മരിക്കും മരിക്കും മരിക്കും. അതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം, ഞാൻ ജനിക്കുമ്പോ തന്നെ ജോൽസിന് എഴുതിയ ഒരു സ്തോത്രം, എന്റെ ജാതകത്തിൽ എഴുതിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ 13-14 വയസ്സാകുമ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും. അതാ എന്റെ മേൽ അവർ കൊടുത്ത വിധി. ആ സമയമായപ്പോഴാ ഈ അസുഖം കയറി വരുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു, അയ്യോ അനു മരിക്കാൻ പോകുകയാണ്, അർജുനന്റെ ബീനയുടെ മോള് മരിക്കാൻ പോകുകയാണ്. പക്ഷേ സ്തോത്രം, കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ള പാട്ട് കേട്ട് പുറത്തു വന്ന ആത്മഹത്യ എന്ന കുരുക്കിൽ നിന്ന് വിടുവിച്ച ആ ഒരു ധൈര്യത്തിനകത്ത് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വീട്ടിൽ ഒരു വേദപുസ്തകമില്ല, ഒരു ചർച്ചുമായി ഒരു കോണ്ടാക്ട് ഇല്ല. ഇന്നത്തെ പോലെ ദൈവമക്കളുമായിട്ട് നമുക്ക് ഇത്രയും പരിചയപ്പെടാനുള്ള ഒരു സംവിധാനവും അന്നത്തെ കാലഘട്ടത്തിലില്ലല്ലോ. പക്ഷെ എന്റെ അമ്മ എന്റെ കുഞ്ഞി കരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ കൊച്ചു മുറിക്കകത്ത് ഒരു നിലത്തിട്ടിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ അറിയില്ല. സ്തോത്രം, ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ, രക്തസ്രാവക്കാരി സ്ത്രീ അങ്ങ് സുഖപ്പെടുത്തിയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുഞ്ഞിനങ്ങ് ഒരു സുഖം കൊടുക്കണേ. ഇതേ ഉള്ളൂ പ്രാർത്ഥന, ഇതേ ഉള്ളൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു വെള്ള വെറ്റിക്കോട്ടിട്ടിട്ടാ എന്റെ അമ്മ എന്നെ ഇരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും 2-3 മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം മൊത്തം റെഡാകണം. പക്ഷേ എന്റെ അമ്മയുടെ നിറകണ്ണുകളോട് കൂടിയുള്ള നിഷ്കളങ്കമായ ഒരൊറ്റ പ്രാർത്ഥന ഒരു ശക്തി വ്യാപരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ അമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ വൈറ്റ് ഡ്രസ്സായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഈ നിമിഷം വരെ അങ്ങനൊരു രോഗാത്മാവ്, അത് രോഗാത്മാവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് രോഗാത്മാവാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു രോഗം മെഡിക്കൽ സയൻസിൽ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കയറി പിടിച്ചിട്ടില്ല. എന്റെ അമ്മയ്ക്ക് രോഗശാന്തി വരമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കഴിവുണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയം നുറുങ്ങി ആര് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവത്തിന്റെ പദ്ധതി ശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം കൈവിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കുറിച്ച് ദൈവിക പദ്ധതികൾ ശേഷിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ സൗഖ്യത്തിന്റെ കരം അയച്ച ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. ഞാൻ ഒത്തിരി മാനസിക രോഗികളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ശാരീരിക രോഗങ്ങളുള്ളവരെ കണ്ടിട്ടുണ്ട്. എന്റെ കൈകളിലൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ കരം കൊണ്ട് ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ആർക്കും സൗഖ്യമാകാൻ പറ്റാത്ത കേസുകൾ പ്രാർത്ഥിച്ചു സൗഖ്യം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാനസിക രോഗികളെ ദൈവം സുഖപ്പെടുത്തി പുറത്തു കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയാ, മുട്ടുവേദനയും തലവേദനയും നടുവേദനയും മാത്രമല്ല കേട്ടോ, മനസ്സിന്റെ മുറിവുകളെ കെട്ടാൻ എന്റെ ദൈവം പരിശുദ്ധൻ. അവൻ ഇന്ന് പകക്കാലം ഞാൻ വിശ്വസിക്കുന്ന ചില ഹൃദയങ്ങളെ എന്റെ ദൈവം കെട്ടി ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സോഫിയന്റെ ഞാൻ ഇത് പറയുമ്പോൾ ഇത് മൊത്തം നിങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ദൂതുകൾ എന്നോട് പരിശുദ്ധ പറയുമ്പോൾ നമുക്കത് മറച്ചു വെക്കാനൊന്നും പറ്റുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് ആത്മാവ് പറയാ, ഈ ഭ്രാന്തിന്റെ, ശരിക്കും അങ്ങനെ തന്നെയാ പറയുന്നത് കേട്ടോ, ഈ ഭ്രാന്തിന്റെ സ്തോത്രം, ഈ മാനസിക രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നു. ആർക്കും പിടിച്ചാ കിട്ടാത്ത ചില ജീവിതങ്ങൾ, സ്വന്തം അപ്പനും അമ്മയും പോലും കൈയൊഴിഞ്ഞ ചില ജീവിതങ്ങൾ, ചെങ്ങലക്കിട്ട് പൂട്ടേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ചിലതുങ്ങൾ വിശ്വസിക്കുക. ആ കയ്യിന്മേൽ ഒരു സൗഖ്യത്തിന്റെ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. അത് നമ്മുടെ കയ്യിന്റെ എന്തെങ്കിലും ക്വാളിറ്റി അല്ല കേട്ടോ. ഈ കരം നീട്ടുമ്പോ ഇതിന്റെ കൂടെ നീളുന്ന വേറൊരുവന്റെ കരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനത്തെ ചിലതിനെ കാണുമ്പോൾ പരിസരം മറന്ന്, ഞാൻ അന്നേരം പറയുന്നു, ആളെന്ത് പറയും അതൊന്നും നമ്മുടെ വിഷയമൊന്നുമല്ല. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ മാക്സിമം
മാക്സിമം ദൈവപ്പാവിൽ യൂസ് ചെയ്യുക. ആമേ പ്രാർത്ഥിക്കാൻ പറ്റുക പ്രാർത്ഥിക്കുക. കർത്താവ് പറയാ ചിലതിനെ വിടിവെച്ച് കൊണ്ടുവരാൻ ചില സ്ഥാപനങ്ങൾ പോലും പരിശുദ്ധ അപ്പാവനെ കാണിക്കുകയാ. റാഖാവാല കാടറകം ധര ചില സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. പരിശുദ്ധ അപ്പാവ് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ദൈവപ്രവർത്തികളുടെ കരങ്ങൾ, ദൈവപ്രവർത്തിയുടെ ഫലങ്ങൾ അത് വർദ്ധിച്ചു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദി പറയുന്നു. ആ ദൂതുകൾ അങ്ങനെ വരെ നിവർത്തീകരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1-2 മിനിറ്റുകൾ ഒന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്റെ മുമ്പിൽ പ്രവചനത്തിന്റെ സ്തോത്രം മേഖലകൾ തുറന്നിട്ടാൽ അങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ശകല കടരകം. പിന്നെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് നമുക്ക് പിന്നെയും വചനത്തിലൂടെ കയറുക. കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇതാണ്. ചില സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാനമിടാൻ കരത്തെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. ഹൃദയത്തിനകത്ത് ദൈവം ഈ ദിവസങ്ങളിൽ ഇടിപ്പിക്കുന്ന ചില പ്രോജക്റ്റുകൾ ഉണ്ട്. അത് ദൈവത്തിന്റെ പ്രോജക്റ്റുകളാണ് കേട്ടോ. അത് ഫുൾഫില്ല് ചെയ്യുന്നത് പോലെ സ്വത്ര കർത്താവ് അതിനുള്ള സാധ്യതകളെ, സോഴ്സുകളെയൊക്കെ ദൈവം ഒരുക്കട്ടെ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവായിട്ട് തന്നെ ചില പ്രോജക്റ്റുകളെ മുൻപിൽ കൊണ്ടുതരും കേട്ടോ. അതിന് ഈ ദിവസങ്ങളിൽ കരം കൊടുക്കാൻ ഒരു ബലം, ഒരു അഭിഷേകം പരിശുദ്ധ അപ്പാവ് തരട്ടെ. ഒരു കാലൊന്ന് എടുത്തു വെക്കുമ്പോ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ കർത്താവ് പറയാം, നിന്ന് തന്നാ മതി ഞാൻ ചെയ്തോളാം. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മാത്രം ഇങ്ങനത്തെ മീറ്റിങ്ങളെ കണ്ടാൽ മതി കേട്ടോ. ഇതൊന്നും ഒന്നും ആയിട്ടില്ല. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ്. റേഖബല കരക ശന്തര റിഗബദുരാദിയ ഹദ്ദര ബ്രൗഡ ചൂരികൽ കസിയ റഗംതര ഛേദിയ റഗംതര. ഞാൻ ആ കരം നീട്ടുന്ന കാര്യം പറഞ്ഞില്ലേ? ഇന്ന് മുഴുവൻ ദൈവത്തിന്റെ കരത്തെ കുറിച്ച് അത്ര ഈ സമൂഹത്തോട് പരിശുദ്ധപ്പാവ് സംസാരിക്കാൻ പറയുന്നത്. ആത്മാവ് പിന്നെയും പറയുന്നു, ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന മോശ കരം നീട്ടി ചെങ്കടൽ മാറിപ്പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു തടിച്ച നാവുള്ളവന്റെ കരം നീട്ടുമ്പോൾ ചെങ്കടൽ പോലുള്ള ഒരു മഹാസമുദ്രം മാറിപ്പോകുമെന്ന്? ഒരു മനുഷ്യന്റെ കരം നീട്ടുമ്പോൾ, പരിധിയും പരിമിതിയും ഉള്ളവന്റെ ഒരു കരം നീട്ടുമ്പോൾ ചെങ്കടൽ പോലുള്ള മഹാപ്രതികൂലം മാറൂ? ഇല്ല. ചെങ്കടൽ എന്താ മാറിപ്പോയാൽ യെശയ്യാവ് വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. മോശ കൈ നീട്ടിയപ്പോൾ അതിന്റെ കൂടെ മഹത്വമുള്ള ഒരു ഭുജം നീണ്ടു വന്നു. രേഖാബല ജനം അത് കണ്ടില്ല. പിൻപിൽ നിൽക്കുന്ന സൈന്യം അത് കണ്ടില്ല. മോശ പോലും ഒരു പക്ഷേ മോശയ്ക്ക് ഒരുപക്ഷെ ഉറപ്പില്ല. പക്ഷെ ചെങ്കടലിന് അത് മനസ്സിലായി. മോശയുടെ കരമല്ല അവിടുത്തെ വിഷയം. മോശ കരം നീട്ടുമ്പോൾ അതിന്റെ കൂടെ നീളുന്ന മഹത്വമുള്ള ഒരു ഭുജം. പക്ഷേ അങ്ങനെ മഹത്വമുള്ള ഒരു ഭുജം നീളണമെങ്കിൽ ഒരു കരം നീളണം. കർത്താവ് പറയാം, ഞാൻ വെറുതെ കരം നീട്ടത്തില്ല. ഒരു കരം ആര് നീട്ടാൻ തയ്യാറാകുന്നു അതിന്റെ കൂടെ ഞാൻ നീട്ടും. അതുകൊണ്ടാണ് നിങ്ങളോട് ആത്മാവ് ആദ്യമേ പറഞ്ഞേ, ഒന്നിന്റെ പേരിലും മുറിക്കകത്ത് അടച്ചിടിക്കാൻ നിങ്ങൾ പാടില്ല. നിങ്ങൾ ഇറങ്ങിയാലേ സ്വത്രം ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കരം ഉയർത്തിയാലേ ദൈവത്തിന് ചില ജയങ്ങൾ നൽകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കരം നീട്ടിയാലേ ദൈവത്തിന്റെ കരവ് കൂടെ നീളത്തോളൂ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ചിലർ ചോദിക്കും, ദൈവത്തിന് നേരിട്ട് അങ്ങ് ഇറങ്ങി വന്ന് ചെയ്തൂടെ? ദൈവത്തിന് അങ്ങനെ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുകയല്ല. ഞാൻ ചോദിക്കട്ടെ, സ്വത്ര ഈ താഴ്വരയിൽ നിൽക്കുന്ന നിറഞ്ഞിരിക്കുന്ന അസ്ഥികളോട് കർത്താവിന് ഡയറക്റ്റ് ഒരു ശ്വാസം അത് ജീവിക്കുകയല്ലേ? എന്തിനോ രഹസ്യയില് മിസ്രൈമിൽ കിടക്കുന്ന ജനം പുറത്തു വരാൻ കർത്താവിന് ഡയറക്റ്റ് ഒരു കൽപ്പനയും കൊടുത്താൽ പോലെ? എന്തിനാ ഒരു സ്വത്രം മോശ ദേശങ്ങളെ ചലിപ്പിക്കുന്ന പൗലോസ് എഴുന്നേൽക്കണം. എടാ പൗലോസെ, നീ പെട്ടെന്ന് ഈ ഉപദ്രവിക്കുന്ന പണിയൊക്കെ നിർത്തിയിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങ്, അങ്ങനെ പറഞ്ഞാ പോരെ? എന്തിനാ ദൈവത്തിന് ഒരു അനന്യാസം? എന്തിന് നമ്മളെ രക്ഷിക്കാൻ പോലും, നമ്മളെ വീണ്ടെടുക്കാൻ പോലും ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി പുത്രൻ ഇറങ്ങി വന്നു. എന്തിനാ അവിടെയും? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒരു സീക്രട്ട് നിങ്ങളോട് പറയട്ടെ. ചില പ്രവർത്തികൾ സ്വത്രഹാലിൽ നമ്മുടെ ലൈഫിൽ ചെയ്തെടുക്കാൻ
80% കേസിലും ദൈവം മനുഷ്യരെ തന്നെ ഉപയോഗിക്കുന്നത്. കേട്ടോ, ദൈവം മനുഷ്യരെ തന്നെ ഉപയോഗിക്കുന്നത്. ദൈവം മനുഷ്യരെ തന്നെ ഉപയോഗിക്കുന്നത്. അടരഗതിയ അല്ലാതെ എപ്പോഴും നമ്മൾ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ച് കരയുമ്പോൾ ദൈവം പ്രത്യക്ഷത്തിൽ അങ്ങനെ ഇറങ്ങി വരുമോ? നിശ്ചയം അങ്ങനത്തെ ഒരു അർജന്റ് കേസ് ഉണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരുമോ? ദൂതന്മാരെ വിടുമോ? നിശ്ചയം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മറന്നു പോകരുത്, 80%. കാരണം നമ്മളായിരിക്കുന്ന റലം അങ്ങനത്തെ റലമാണ്. നമ്മളായിരിക്കുന്ന റലത്തിന്റെ പേരാണ് റലം ഓഫ് മാൻ. മനുഷ്യരായിരിക്കുന്ന തലം. അവിടെ ഏറ്റവും കൂടുതൽ ദൈവം മനുഷ്യരെ തന്നെയാണ് ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ സൂം മീറ്റിംഗ് നിങ്ങൾക്കൊരു നിയോഗമായിട്ട് തോന്നുകയാണെങ്കിൽ, ദൈവദാസിമാർ ഇവിടെ കൊടുക്കുന്ന നേതൃത്വങ്ങളും വചനങ്ങളും നിങ്ങൾക്കൊരു നിയോഗമായിട്ട് തോന്നുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അസാധാരണ റോൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അതിനെ മിസ്സാക്കരുത്. ഞാൻ പറയുന്നത് സത്യത്തിൽ ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. എനിക്ക് അസ്ഥികളെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. പക്ഷെ കർത്താവ് ഇത് എങ്ങനെയൊക്കെയോ, എനിക്ക് ഒരു കാര്യം ഉറപ്പാ, എവിടൊക്കെ ഞാൻ തലയും വാലും ഇല്ലാതെ പ്രസംഗിക്കുന്നോ അവിടൊക്കെ പൂർണ്ണമായും പരിശുദ്ധി അപ്പാവാ അവൻ നിയന്ത്രിക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ എഴുതി വെച്ചുകൊണ്ട് വരുന്നത്, ഞാൻ പറയുന്നു, ഞാൻ പോകുന്നു. ഇതിപ്പോ ഞാൻ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരുന്ന് കർത്താവ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ. സോ ഈ കാലഘട്ടത്തിൽ ഇത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. ഇതിനകത്ത് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്താൽ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്, ദൈവത്താൽ അയക്കപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കാലഘട്ടം മിസ്സാകും. ദൈവത്താൽ അയക്കപ്പെടുന്ന മനുഷ്യർ നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ ജീവിതത്തിനകത്ത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചോണം. അവര് കർത്താവേ റൈറ്റ് ടൈമിൽ അവരെ മീറ്റ് ചെയ്യണം, റൈറ്റ് ടൈമിൽ അവർക്ക് കരം കൊടുക്കണം, റൈറ്റ് ടൈമിൽ നിയോഗങ്ങളുമായി ചേർന്നു നിൽക്കണം. അപ്പൊ ഈ മുമ്പിൽ വരുന്ന വ്യക്തി കറുത്തതാണോ വെളുത്തതാണോ അതെന്റെ നിങ്ങളുടെ വിഷയമല്ല. എനിക്കറിയത്തില്ല ഞാൻ ഇത് ആരോടെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. മുമ്പിൽ വരുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് അത് നമ്മുടെ വിഷയമല്ല. ഞാന് മിഡിൽ ഈസ്റ്റ് കൺട്രിയിലാണ് ജീവിക്കുന്നത്, ഞാനങ്ങ് ജർമ്മനിയിലാണ് ജീവിക്കുന്നത്, ഞാനങ്ങ് യൂറോപ്യൻ രാജ്യത്താ. മുമ്പിൽ വരുന്ന വ്യക്തി സ്വത്രം ഒരു നോർത്ത് ഇന്ത്യ, ആ മാനദണ്ഡമൊന്നും ആ വ്യക്തിയെ തള്ളിക്കളയാൻ ഉള്ള കാര്യങ്ങളല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നിയോഗങ്ങൾ കണക്ട് ആകുന്നു. ഞാൻ ചോദിക്കട്ടെ, മോശേക്കാൾ, ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ മോശേക്കാൾ വാക്ചാതുര്യത്തോടെ, സ്ഫുടതയോടെ, സ്പഷ്ടതയോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് അഹരോന്. പക്ഷെ അഹരോനെ അല്ലല്ലോ ദൈവം അവൻ ജനത്തിന്റെ ഡെലിവറായിട്ട് അയച്ചത്. ദൈവത്തിന് മോശെ അയക്കാൻ തോന്നി. നീ ആരാടാ ഞങ്ങളോട് വന്ന് 2 വാക്ക് അടുപ്പിച്ച് സംസാരിക്കാൻ ഹെൽപ്പില്ലാത്ത നീ ആരാടാന്ന് ചോദിച്ചാൽ ജനത്തിന്റെ വിടുതൽ അവിടെ കൊണ്ട് തടയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, സ്തോത്രം, ഇന്നു മുതൽ പരിശുദ്ധ അപ്പാവ് പറയുന്നു, ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് വലിച്ചെടുത്ത് ദൈവിക വിടുതലിലേക്കും ദൈവിക സമാധാനത്തിന് കൊണ്ടിരുത്താൻ ദൈവത്താൽ അയക്കപ്പെട്ട ചിലർ ഞാൻ വിളിച്ചു പറയുന്നു. ഈ സൂം മീറ്റിംഗ് അതിനൊരു മുഖാന്തരമാണ്. ഈ സൂം മീറ്റിംഗ് അതിനൊരു മുഖാന്തരമാണ്. ഈ സൂം മീറ്റിംഗ് അതിനൊരു മുഖാന്തരമാണ്. ഹല്ലേലൂയ, Hallelujah, 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 hallelujah. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് ഒന്നിലധികം പേരോടുള്ള ബന്ധത്തിനകത്ത് അപ്പാവ് ഇങ്ങനെ പറയാ, നിങ്ങളുടെ വായിലെ വാക്കുകൾ ഉണ്ടല്ലോ, അത് ചിലതിനെ തടിപ്പിക്കുന്ന വാക്കുകൾ. അതുകൊണ്ട് നിങ്ങൾ വാ അടക്കി പിടിക്കല്ലേ, നിങ്ങൾ അതരം അടക്കി പിടിച്ചിരിക്കല്ലേ, നിങ്ങൾ വാ തുറക്കാൻ പറ്റാതിരിക്കല്ലേ. ചില സമയങ്ങളും സാഹചര്യങ്ങളും മുൻപിൽ കൊണ്ടുവരുമ്പോ വിനോദ് പറയുന്ന ഡിവൈസിലിരിക്കുന്ന ആന്റി വാ തുറക്ക്. ചിലരോട് ചിലത് വിളിച്ചു പറയാൻ തയ്യാറാക്ക്. ആ വായിലൂടെ വ്യാപരിക്കുന്ന അഭിഷേക ഒരു പക്ഷെ 2 മണിക്കൂർ ഒരു ദൈവദാസൻ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ നടക്കാത്തത് പോലോ ഹൃദയ ഭാരത്തോട് കൂടി ഒരു സഹോദരി അതരം തുറന്ന് പറയുമ്പോൾ ജനത്തിന്റെ ഇടയിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്.
ഡിവൈസിലിരിക്കുന്ന പ്രിയാന്റെ ആത്മാവ് പറയാ, ചില സാഹചര്യങ്ങളോട് നോക്കി നീ കൽപ്പിക്കണോ, ചില അന്തരീക്ഷങ്ങളോട് നോക്കി നീ കമാൻഡ് ചെയ്യണം. അതങ്ങനെ തന്നെ സംഭവിക്കും. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത കാറ്റ് പോലും, ആർക്കും വഴങ്ങി കൊടുക്കാത്ത, ആരുടെയും മടിയിൽ പിടിച്ചിരുത്താൻ പറ്റാത്ത കാറ്റ് പോലും പ്രവാചകന്റെ ശബ്ദം കേട്ട് 4 ഭാഗത്തു നിന്ന് വന്ന് ഊതിയെങ്കിൽ ആത്മാവ് പറയുന്നു, നീ പറയുമ്പോൾ കാറ്റുകൾ അനുകൂലമായി ഊതാൻ റെഡിയായി നിൽക്കുന്നു. ആരാ പ്രവചിക്കാൻ തയ്യാറാകുന്നേ? ആരാ അതരം തുറക്കാൻ തയ്യാറാകുന്നേ? ആരാ വാ തുറക്കാൻ തയ്യാറാകുന്നേ? ശബല ഘടരകവ തുരേകല ഹടരഗതിയ റഗസ്കര ഘടരകവ തുരേതിയ രാഘമന ഘടരകം ധര. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഞാന് ഈ ചെറുപ്പത്തില്, ഹല്ലേലൂയ, സ്തോത്രം, ഇതും ഞാൻ പറയാൻ വന്നതല്ല കേട്ടോ, കർത്താവ് പറയുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ചെറുപ്പത്തില്, ആമേ, സ്തോത്രം. ഓക്കെ, ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നപ്പോ ആരൊക്കെയോ ടൈം നോക്കുന്നുണ്ട്, ഒത്തിരി പറയത്തില്ല കേട്ടോ. ഇതും കൂടെ പറയും, നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ ചെറുപ്പത്തിലെ എല്ലാം കൂടെ കഷ്ടിച്ചൊരു സ്തോത്രം, അതായത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടെ കഷ്ടിച്ചൊരു 35-36 കിലോയുള്ളായിരുന്നു. ഹാലില് എന്ന് പറഞ്ഞാൽ അസ്ഥിക്കുടം പോലെ ഞാൻ ഇരുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം. ഹാലലുയ, സ്തോത്ര. എന്താണെന്നറിയില്ല, ചെറുപ്പത്തിലെ വലിയ വണ്ണം ഇല്ല. ഞാൻ എന്തിനാ ഇത് പറയാൻ വന്നെന്നറിയാമോ? ഞങ്ങൾ വിശ്വാസി വന്ന് സ്തോത്ര കുറച്ച് കഴിഞ്ഞപ്പോ ചർച്ചിലൊക്കെ പോകാൻ ഒരു സാഹചര്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതായത് നമ്മൾ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട ഒരു തീഷ്ണതയും ഒരു ഭയങ്കര എന്തോ കിട്ടിയാലും ഇങ്ങനെ ആവേശം, എവിടെ പോയാലും മുൻപിൽ ചെന്നിരിക്കണം. ദൈവദാസന്മാര് പറയുന്ന വചനങ്ങളൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ കൈയടിക്കണം, ആരാധിക്കണം, അങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചർച്ചില് ഒരു 41 ദിവസം ഉപവാസം ഇരുന്നപ്പോ ഞാൻ അവിടെ പോകുക, ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരിക്കാം. അവിടെ വന്ന അന്ന് പ്രസംഗിച്ച കേരളം അറിയപ്പെടുന്ന ഒരു ദേവദാസനാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ആ ദേവദാസൻ അന്ന് അവിടെ വന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 10-16 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം. ആ ദേവദാസൻ അന്നും നല്ല ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഇന്നും നല്ല ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ ദേവദാസൻ അവിടെ വന്നിട്ട് ശക്തിയോടെ പുള്ളി ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, വചന ശുശ്രൂഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പുള്ളിക്ക് എന്നെ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല, പെട്ടെന്ന് പുള്ളി എന്നെ നോക്കിയിട്ട് പറയാ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കളെയൊക്കെ കണ്ട ആൾക്കാർക്ക് തോന്നണം ചർച്ചിലോട്ടൊക്കെ ഒന്ന് വരണം, അല്ലാതെ ഇതേപോലത്തേനെയൊക്കെ കണ്ട ദൈവമക്കളെയും കൂടെ നാണം കെടുത്താനായിട്ട്. ഞങ്ങൾ ഹിന്ദു നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് വരികയാണ്. എന്റെ ദൈവമേ, ഞങ്ങൾ ആ പഴയ നിന്ന സമൂഹത്തിനകത്ത് പോയ ആൾക്കാർ പോലും ഇത്രയും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കേട്ടോ പറഞ്ഞോ എനിക്ക് അങ്ങനെ ശീലമില്ല. ഞാൻ ആ ചർച്ചിനകത്തിരുന്ന് ഉരുകി കരഞ്ഞ്, ഇത്രയും സമൂഹത്തിന്റെ നടുവിൽ വെച്ച് സ്തോത്ര, ഹല്ലേലൂയ, നല്ല വെള്ള ഷർട്ടും കറുത്ത പാൻറ്റൊക്കെ ഇട്ട് ഒരു ദൈവദാസം വന്ന് ഇത്രയും ഒരു അപമാനത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. സംഭവം നമ്മൾ നല്ല മെലിഞ്ഞായിരിക്കുന്നു, ആവശ്യത്തിലധികം ബോഡി ഷെയിം സ്തോത്രം അന്നൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ. പക്ഷെ ഒരിക്കലും ഒരു ചർച്ചിൽ നിന്ന്, എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്താ ഇവിടെ പറയുന്നത്, ചർച്ചിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് വീട്ടിൽ വന്ന് ഭയങ്കര വിഷമമായി. ഞാൻ മിററിൽ നോക്കി, ഞാൻ വീട്ടിൽ വന്ന ഉടനെ ബൈബിളൊക്കെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് എറിഞ്ഞിട്ട് സ്തോത്ര, ഹല്ലേലൂയ, മുറിക്കകത്ത് കയറി റൂം ഡോറൊക്കെ അമ്മ അന്നേരം ചോദിക്കുന്നുണ്ട്, അമ്മ അന്ന് വന്നില്ല, അമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പ്രാർത്ഥന? നമ്മൾ ബസ്സിലൊക്കെ തൂങ്ങി പോകുകയാണ് പ്രാർത്ഥനയ്ക്കൊക്കെ, അന്നും കാറും വണ്ടിയും വെള്ളമൊന്നും ഇല്ലല്ലോ നമുക്ക്. ഹല്ലേലൂയ. അമ്മ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പ്രാർത്ഥന? ഞാൻ സാധാരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒന്ന് വിശേഷങ്ങൾ പറയാൻ എനിക്ക് അമ്മ അത് ആ ദേവദാസൻ അങ്ങനെ പറഞ്ഞപ്പോ, ഈ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോ നല്ലയായിരുന്നു അമ്മ, അവരൊക്കെ എന്ത് പ്രാർത്ഥനയോ അമ്മ, ഈ ദൈവം നല്ല ദൈവമ്മ, ഇങ്ങനെ ഞങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അന്ന് ഞാൻ നിറകണ്ണുകളോടെ വന്നിട്ട് ഞാൻ മിററിൽ നോക്കി പറഞ്ഞു, എന്തൊരു സ്കൂളിലോ ഈ ഒറ്റ കാരണേ ഉള്ളൂ, മെലിഞ്ഞിരിക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. സ്കൂളിലോ ആവശ്യത്തിലധികം ബോഡി ഷേമിങ്, ചർച്ചിൽ പോലും എന്തായിരിക്കും ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, എന്തിനാ ദൈവമേ സ്തോത്ര, ഹല്ലേലൂയ, സ്തോത്ര, എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്ന, ഞാൻ ഇനി എങ്ങും പോകുന്നില്ല, എനിക്ക് പ്രാർത്ഥനയില്ല, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ആരും വേണ്ട, ഞാൻ ഇനി മുറിയിൽ ഇറങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, സ്തോത്ര, ഹല്ലേലൂയ, ഞാൻ നിന്റെ രൂപത്തെ മാറ്റി, ഞാൻ നിന്റെ നേച്ചറിനെ മാറ്റി രാജ്യങ്ങളുടെ നടുവിൽ എന്റെ ശബ്ദമായി ഞാൻ നിർത്തും. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയാം, പിന്നെ രാജ്യങ്ങളുടെ നടുവിൽ ശബ്ദം, എന്ത് ശബ്ദം?
എന്ത് പ്രവചനം അന്നൊന്നും നമുക്കറിയില്ല ആ വാക്കുകളുടെ ഒന്നും ആഴം. പക്ഷെ ഞാൻ ഇടിവെട്ട് പോലെ കേട്ട ഒരു ശബ്ദമാണ്. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ ഇടിമുഴക്കം പോലെ ദൈവം സംസാരിക്കുന്നത് ഞാൻ ഇന്ന് വരെ. ഹല്ലേലൂയ സ്തോത്രം. അന്ന് ഞാൻ ഇങ്ങനെ കേട്ട ശബ്ദമാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണോ? ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പഠിപ്പിച്ചു, ഡോക്ടറാക്കി, ജർമ്മനിയിൽ അയച്ചു, നല്ലൊരു ആമേ ദൈവദാസനെ വിവാഹം കഴിച്ചു, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിനകത്ത് ആ വിവാഹം നടന്നു. ഇന്ന് ആമേ സ്തോത്രം നാട്ടിലോട്ടും എല്ലാരും പറയും ഈ തടിയൊന്ന് കുറയ്ക്കൂ. ഹല്ലേലൂയ. അതേപോലെ ആമേ സ്തോത്രം പച്ചവെള്ളം കുടിച്ചാലും ആമേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സൂമിൽ എനിക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നല്ല അത്യാവശ്യം നല്ല ആമേ സ്തോത്രം. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-78 കിലോ. ഹസ്ബൻഡ് എന്നെ പറയും ആമേ സ്തോത്രം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആമേ വലിയ ബുദ്ധിമുട്ടാവുകയെ, പ്രസംഗിക്കുമ്പോഴൊക്കെ അണയ്ക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയും. അതേപോലെ അത് മാത്രമല്ല സോഫിയാന്റി, ആമേ സ്തോത്രം ഒരു 2 വർഷം മുമ്പ് ആമേ സ്തോത്രം അദ്ദേഹം അറിഞ്ഞില്ല, അന്ന് കളിയാക്കി വിട്ട അനുശ്രീയാണ് ഇന്ന് അനൂക്ക് എന്നെത്തുന്നത്. അദ്ദേഹത്തിന്റെ ചർച്ച് ഗസ്റ്റ് സ്പീക്കറായിട്ട് ഞാൻ പോവോ പ്രസംഗിക്കാൻ. ഇദ്ദേഹം അറിയുന്നില്ല അത്. പക്ഷെ ഇദ്ദേഹത്തെ എനിക്കറിയാം. എന്റെ രൂപം മാറിയപ്പോഴും എന്റെ ഇത് മാറിയപ്പോഴും അദ്ദേഹം അത് പറഞ്ഞു, അതങ്ങ് വിട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ നടുവില് അദ്ദേഹം വിളിച്ചിട്ട് അവരുടെ ചർച്ചിൽ ഞാൻ പോയി. പക്ഷെ അതൊന്നും ഞാൻ അവിടെ പറഞ്ഞില്ല കേട്ടോ. സന്തോഷത്തോടെ ശുശ്രൂഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ച് ഞാൻ ബ്ലസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയാം. അകത്തോ പുറത്തോ എന്തോ പറഞ്ഞ് നമ്മളെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ദൈവം ഒരു ശബ്ദം പറഞ്ഞിട്ടുണ്ടോ, ഉറച്ചു നിൽക്ക്. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തന. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തന. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തന. മനുഷ്യര് വിളിച്ചിട്ടല്ല നമ്മൾ വന്നത്, ദൈവം വിളിച്ചിട്ടാണ് നമ്മൾ വന്നത്. മനുഷ്യരല്ല നമ്മളെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞ്, ദൈവം നമ്മളെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞേ. അതുകൊണ്ട് ആത്മാവ് ശക്തിയോടെ പറയുന്നു, എന്റെ കര നിന്റെ തലമേലിരിക്കുന്നേ, എന്റെ ആത്മാവ നിന്നെ പുറപ്പെടുവിച്ചത്. കേബാർ നദീ തീരത്തൊരു യെഹെസ്കേലിനെ പൊക്കിയെടുത്ത് അവന്റെ മാനസിക വ്യക്തിപരമായ വിഷമങ്ങളെയൊക്കെ ഞാൻ ഉണക്കി അവനെ കൊണ്ട് തന്നെ ഞാൻ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയ്ക്കകത്ത് ജീവനുള്ള സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള എന്റെ പദ്ധതി അവസാനിച്ചിട്ടില്ല. ധൈര്യത്തോടെ നിൽക്ക്, ധൈര്യത്തോടെ വാതുറക്ക്, ധൈര്യത്തോടെ പ്രവചിക്ക്. ഞാനല്ലോ പുറപ്പെടുവിക്കുന്നത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ശവര കടരകബുരേദിയ ലാഹമന കടരകബദിയ ഹന്തര ഭ്രൗഡ ചൂരികൾ കസിയ റഹംതുര രേഖബല കടരകംതുര. കരഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ ഒരു സാക്ഷ്യവും നിന്റെ വായിലൂടെ എന്റെ ദൈവം പുറപ്പെടുവിക്കും കേട്ടോ. റാപന കൽക്കതയ റഹസ്കര. ഒരു സാക്ഷ്യത്തിനായി നീ ഒരുങ്ങിക്കോ. ഒരു സാക്ഷ്യത്തിനായി നീ ഒരുങ്ങിക്കോ. ശക്തിയുള്ള ഒരു സാക്ഷ്യം പറയാൻ നീ ഒരുങ്ങിക്കോ. പരിശുദ്ധാത്മാവ് ഇതാരോടോ വിളിച്ചു പറയുകയാ. ഒരു ടെസ്റ്റ് മണിക്ക് വേണ്ടി ഒരു സമൂഹത്തിന്റെ നടുവിൽ ഞാൻ നിന്നെ കൊണ്ട് നിർത്തിയ ഇതിനകത്തുള്ള പല സഹോദരിമാരും അത് വിളിച്ചു പറയാൻ തയ്യാറായിക്കോ എന്ന് ആത്മാവ് ശക്തിയോടെ ദൂത് പറയുകയാണ്. ലകന കടരകബ ചൂരികൾ കസേ വിരേകബല കടര ദഗരകടരകം തുര ഹസ്തപ്രൗഢ. ചില രാത്രികളിൽ ചിലതിനെ ദൈവം തട്ടി ഉണർത്താൻ പോകുക. ഭാഗത്യ റഹം തുറ റേഖബല കടരകം തുറ. അത് കർത്താവ് വയ്യ എന്നും പറഞ്ഞ് കിടക്കാനോ പിന്നെയും തിരിഞ്ഞു കിടന്ന് ഉറങ്ങാനോ അല്ല. നിന്റെ ശാരീരിക സ്ഥിതി ഒന്നും നോക്കാതെ ആ തട്ടി ഉണർത്തുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റിരുന്ന് നീ മുട്ടുമടക്കിയ രേഖബല. ആ രാത്രിത്തെ പ്രാർത്ഥന പിറ്റേന്ന് പകലിനെ തിരിക്കുന്നത് നിങ്ങൾ കാണും. ലഖമന ഘടരകം തുര. ചിലതിനെ കൂട്ടി വരുത്തുന്നത് നിങ്ങൾ കാണും. അടരകബ സരകബ തുരീകല. അസ്ഥിക ജീവിക്കുന്നത് നിങ്ങൾ കാണും. ഞാൻ ഇന്ന് പറഞ്ഞത് എന്നോ നടന്ന ഒരു കഥയല്ലല്ലോ. ഇത് ജീവനുള്ള ഒരു സംഭവമല്ലേ. വചനത്തിന് ജീവനുണ്ടല്ലോ. ശബര കടരകം പരിശുദ്ധ പറയാ, രാത്രികാലത്തെ പ്രാർത്ഥന ചിലതിന്റെ ലൈഫിനകത്ത് വഴികളെ തിരിച്ചുവിടുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ചിലരുടെ കരങ്ങളെ ചില പുസ്തകങ്ങൾ എഴുതാൻ ആത്മാവ് ബലപ്പെടുത്തുക. എഴുതി തുടങ്ങിക്കോ, എഴുതി തുടങ്ങിക്കോ, എഴുതി തുടങ്ങി.
പ്രസംഗിക്കുക. ആ അക്ഷരങ്ങൾ പലതിനും ജീവനേകുന്നു എന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. ദൈവമഹത്വം ചലിക്കപ്പെടണം. ആത്മാവേ, ഈ കൂട്ടത്തെ ഞാൻ ഹൃദയം തുറന്ന് അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുമ്പോൾ അവർ അനേകർക്കൊരു ബ്ലസ്സിംഗ് ആകണം. നദീ തീരത്ത് ഒതുങ്ങേണ്ടവനല്ല എഹെസ്കേലേ, നീ അസ്ഥിയോട് പ്രവചിക്കേണ്ടവനാണ് നീ. ആമേൻ. ഈ ദൂതനെ ഞങ്ങൾ ഒരുമിച്ച് റിസീവ് ചെയ്യുന്നു. ഈ മീറ്റിങ്ങുകളെ വർദ്ധിപ്പിക്കുക, അനേകർക്ക് ആശ്വാസമാക്കി ഇത് തീർക്ക്. അവരോട് പറഞ്ഞ സകല ദൂതുകളും പ്രത്യേകിച്ച് ആമേൻ സ്തോത്ര, ഹല്ലേലൂയ സ്തോത്ര, ആമേൻ, ഒരുമിച്ച് ഫിസിക്കൽ മീറ്റിങ്ങുകൾക്കകത്ത് ഭാഗവാക്കാകാൻ ദൈവം കൊടുക്കുന്ന ചില സജ്ജീകരണങ്ങൾക്ക് ഈ വർഷക്കാലം ഞങ്ങൾ നന്ദി പറയുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ സ്തോത്രം. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ജർമ്മനി ഡ്രൈനസ് പിടിച്ചു കിടക്കുന്ന ഒരു ഭയങ്കര വലിയ രാജ്യം, എല്ലാ നിലവാരത്തിലും ഇവർ ഉയർച്ചയുള്ളവരാ. പക്ഷേ ആത്മീകപരമായി യേശുവിനെ എവിടെ വിൽക്കാൻ കിട്ടുമെന്ന് ചോദിക്കുന്നവരാണ് ഇവര്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഇതിന്റെ നടുവിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സ്ട്രീറ്റ് മിനിസ്ട്രിയാണ്. ജർമ്മൻ ഭാഷയിൽ ഞങ്ങൾ തന്നെ ട്രാക്ട് എഴുതും, കൊണ്ടു നടന്നു കൊടുക്കും, അറിയാവുന്ന പോലെ സുവിശേഷം പറയും. ആമേൻ സ്തോത്ര, ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഒരുമിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ഉണർവുകൾ കാണാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരുമിച്ച് ആമേൻ സ്തോത്ര തേജസ്സുള്ള ദിവസം ആമേൻ സ്തോത്ര സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് സഹായിക്കും. ആമേൻ. ഒരുമിച്ച് കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.